ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യയിലേക്ക് യാത്രാ വിലക്കുണ്ട് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ വ്യാജം. ഇന്ത്യൻ പൗരന്മാർക്ക് സൗദി അറേബ്യ യാതൊരു യാത്രാ വിലക്കും പ്രഖ്യാപിച്ചിട്ടില്ല. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഹജ്ജ് തീർത്ഥാടകർക്ക് മാത്രമാണ്. ഹജ്ജ് സീസണിൽ തിരക്ക് ഒഴിവാക്കാൻ ഹ്രസ്വകാല വിസകൾക്കുള്ള താൽക്കാലിക നിയന്ത്രണങ്ങളാണ് സൗദി അറേബ്യ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഹജ്ജ് അവസാനത്തോടെ അവസാനിക്കുന്നതാണ്. ഇന്ത്യ, തുർക്കി, ജോർദാൻ, ഈജിപ്ത്, ഇറാഖ്, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, യമൻ, സുഡാൻ, എത്യോപ്യ, നൈജീരിയ, ലിബിയ, കെനിയ എന്നിവയുൾപ്പെടെ 14 രാജ്യങ്ങളിലെ പൗരന്മാർക്കുള്ള ബ്ലോക്ക് വർക്ക് വിസകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി സൗദി അറേബ്യ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ തടയുന്നതിനായാണ് ഈ നടപടി. ഹജ്ജിൽ പങ്കെടുക്കുന്നതിനായി തീർത്ഥാടകരല്ലാത്ത വിസകളുടെ ദുരുപയോഗത്തെക്കുറിച്ചുമുള്ള ആശങ്കകളാണ് ഈ തീരുമാനത്തിന് കാരണമെന്നാണ് സൗദി വ്യക്തമാക്കുന്നത്. ഹജ്ജ് സമയത്ത് ഇത്തരം സീസണൽ നിയന്ത്രണങ്ങൾ പതിവാണെന്നും സൗദി അറേബ്യ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനകം തന്നെ സാധുവായ ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്ത 2,69,000-ലധികം ആളുകളെ മക്കയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞതായി സൗദി ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന വേളയിൽ കനത്ത ചൂട് മൂലമുണ്ടായ മരണങ്ങൾക്ക് പ്രധാന കാരണമായത് അനധികൃത ഹജ്ജ് തീർത്ഥാടകർ സൃഷ്ടിച്ച തിരക്കാണ് എന്നാണ് സൗദി വിലയിരുത്തുന്നത്. എന്നാൽ സൗദി അറേബ്യയുടെ ഈ നീക്കം താൽക്കാലികമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പുനഃപരിശോധനയ്ക്ക് പ്രത്യേക സമയപരിധിയില്ല. എന്നിരുന്നാലും ഹജ്ജ് അവസാനിക്കുന്ന ജൂൺ അവസാനത്തോടെ ഇത് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിയന്ത്രണങ്ങൾക്കിടയിലും സൗദി അറേബ്യ തങ്ങളുടെ വിഷൻ 2030 പദ്ധതി പ്രകാരം ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം $43.36 ബില്യൺ എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല സന്ദർശന വേളയിൽ ഊർജം, അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷ, നവീകരണം എന്നിവ ഉൾക്കൊള്ളുന്ന $100 ബില്യൺ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇത് ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പിക്കുന്നുണ്ട്. വസുദൈവ കുടുംബകം എന്ന പ്രമേയത്തിൽ G20 പ്രസിഡൻസി എടുത്തുകാണിച്ച ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള ഔന്നത്യം അതിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദേശ നയത്തെയും സാംസ്കാരിക ആകർഷണത്തെയും പ്രതിഫലിക്കുന്നുവെന്ന് വിദഗ്ധർ ഊന്നിപ്പറയുന്നുണ്ട്. ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ അന്താരാഷ്ട്ര വേദികളെ ചൂഷണം ചെയ്യാൻ ബീജിംഗും ഇസ്ലാമാബാദും ആവർത്തിച്ച് നടത്തിയ ശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. ജക്കാർത്തയിൽ നടന്ന OIC സമ്മേളനത്തിൽ കാശ്മീർ വിഷയം ഉന്നയിക്കാനുള്ള പാകിസ്ഥാന്റെ സമീപകാല ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യയുടെ നയതന്ത്ര ആക്രമണം അതിർത്തി കടന്നുള്ള ഭീകരതയോടുള്ള സഹിഷ്ണുതയില്ലാത്ത നിലപാട് ശക്തിപ്പെടുത്തി. സൗദി അറേബ്യയിലെ താൽക്കാലിക വിസ നിർത്തലാക്കൽ ചില യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കുമെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെ അത് ബാധിക്കാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.